സ്ത്രീകളുടെ തിരോധാന കേസിൽ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലുള്ള സെബാസ്റ്റ്യന്റെ ചോദ്യം ചെയ്യൽ തുടരുന്നു. ആദ്യം ചോദ്യങ്ങൾക്ക് പ്രതികരിക്കാതിരുന്ന സെബാസ്റ്റ്യൻ ഇപ്പോൾ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ ഇത് വഴിതെറ്റിക്കാനാണോ എന്നാണ് ഇപ്പോൾ ഉയരുന്ന സംശയം. അതുകൊണ്ട് തന്നെ മൊഴികളുടെ വിശദമായ പരിശോധന നടക്കും. തിരോധാനങ്ങൾ നടന്ന സമയത്ത് സെബാസ്റ്റ്യൻ എവിടെയായിരുന്നു എന്നത് സംബന്ധിച്ചാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. ഇതിനായി ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. ടോബി ജോൺസൺ വിവരങ്ങളുമായി ഇപ്പോൾ കോട്ടയത്ത് നിന്ന് ചേരുന്നുണ്ട്. ടോബി, എന്തൊക്കെ കാര്യങ്ങളിലാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് സംശയമുള്ളത്? ടോബി, പ്രധാനമായിട്ടും അന്വേഷണ സംഘം ഇപ്പോൾ നോക്കുന്നത് ഈ സമയങ്ങളിൽ, അതായത് ഈ തിരോധാനം നടന്ന സമയത്ത് എവിടെയായിരുന്നു സെബാസ്റ്റ്യൻ എന്നുള്ളതാണ്. ജയനമ്മ കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ചിന്റെ പക്കലാണ് കസ്റ്റഡിയിൽ സെബാസ്റ്റ്യൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഈ കാര്യം, അതായത് ഈ സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് എവിടെയായിരുന്നു ജയനമ്മയെ കാണാതായത് കഴിഞ്ഞ വർഷം ഡിസംബർ 23-ാം തീയതിയാണ്. അന്ന് സെബാസ്റ്റ്യൻ എവിടെയൊക്കെ പോയി എന്നത് സംബന്ധിച്ചുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനാണ് ഭാര്യയെ കൂടി വിളിച്ചു വരുത്തി മൊഴി എടുത്തത്. 2 ദിവസം ഭാര്യയെ വിളിച്ചു വരുത്തി വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ ഭാര്യയുടെ വീട്ടിലെ പരിശോധനകളും നടക്കുന്നത്. എന്തായാലും ഈ സെബാസ്റ്റ്യനെ പരിചയമുള്ളവർ, അതുപോലെ തന്നെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ തുടങ്ങിയ ആളുകളുടെ എല്ലാം അടുത്തു നിന്നും മൊഴികൾ ശേഖരിക്കുന്നുണ്ട്. ശരി, ടോബി ജോൺസണാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.